കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ കരുതി ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് അവിയൽ വെക്കാമെന്ന് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമായ മലക്കറികളാണ് ഞാൻ അരിഞ്ഞത് നിങ്ങൾ കണ്ടത്. അപ്പോൾ മലക്കറികളെല്ലാം കൂടെ ഞാൻ നമ്മളുടെ കുക്കറിനകത്തിട്ട് ഒരു ബിസിലേ കേൾപ്പിക്കത്തുള്ളൂ കേട്ടോ. അപ്പം എന്തൊന്നും പോത്തില്ല അധികം. ഇനി നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ പൊട്ടിക്കണമല്ലോ. അങ്ങനെ പൊട്ടിച്ച തേങ്ങ തീർന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കളയുടെ പുറത്തിറങ്ങി ഞാൻ ചകിരിയൊക്കെ കളയാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ വെച്ച് തന്നെ അങ്ങ് പൊട്ടിച്ച്, ചിലപ്പോൾ തേങ്ങ വെള്ളം കുടിക്കും, ചിലപ്പോൾ ഞാൻ കളയാറാണ് പതിവ്. അങ്ങനെ ഞാൻ നല്ല തേങ്ങയൊക്കെ പൊട്ടിച്ച് തിരുങ്ങാൻ പരുവത്തിന് കൊണ്ട് വെച്ച നേരത്തിന് അമ്മ എന്തെന്ന് വെച്ചാൽ നാളെ രാവിലെ കാപ്പിക്കുള്ള അപ്പത്തിനുള്ള അരിയാണ്, പച്ചരിയാണ് കഴുകിയിട്ടത് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ തിരിങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ ഇടവമാസം 1-ാം തീയതി ആയതുകൊണ്ട് രാവിലെ ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു. നമുക്ക് രാവിലത്തെ ജോലികളെന്ന് പറഞ്ഞാൽ വെളുപ്പിലെ അങ്ങ് തീരും കൂട്ടുകാരെ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലികളൊക്കെ ഈ അച്ചായിക്ക് കാപ്പി അമ്പലത്തിൽ കൊടുത്ത് അയക്കേണ്ടതുകൊണ്ട് ഒരു 4:30 ആകുമ്പോഴത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെല്ലാം കഴിയും. അപ്പോൾ അമ്മ അങ്ങനെ അരിയെല്ലാം ഊറ്റി ആ നേരത്തിന് നമ്മളുടെ കുക്കറിൽ ഒരു ബിസിലും വന്നു. ഇനി ഞാനാണെങ്കിൽ നമ്മുടെ നമ്മുടെ അവിയലിനുള്ള അരപ്പാണ് അടുത്തത് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഇത്രയും ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കത്തേ ഉള്ളൂ കേട്ടോ. ചതച്ച് എടുക്കുന്ന ആ രീതിയിൽ മാത്രമേ എടുക്കത്തുള്ളൂ ഞാൻ. പിന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അവിയലിൻ്റെ അകത്ത്, അതെല്ലാം മാറ്റി നമ്മുടെ തങ്കമണി പൂച്ചയാണ് കേട്ടോ. അവൾ രാവിലെ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക മദാമയ കണക്കൊക്കെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ അവിയൽ കലാപരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചട്ടി വെച്ചു. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ആ സമയത്തേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച്, ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് മേടിക്കാറ് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് എന്താ വിലയാണെന്നേ. അങ്ങനെ അരപ്പുമൊക്കെ ഇട്ടു. അതിനകത്തേക്ക് കണ്ടോ മലക്കറി അധികം വെന്തൊന്നും പോയിട്ടില്ല, നല്ലൊരു പരുവത്തിലായിരുന്നു. നല്ല ടേസ്റ്റാണേ. എനിക്കിങ്ങനെയൊക്കെ എക്സ്ട്രാ എണ്ണയും കൂടെ മുകളിലോട്ട് ഒഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ അവിയലൊക്കെ വെച്ച നേരത്തിന് അമ്മ എന്ത് ചെയ്യാണ്, പാത്രം കഴുകുകയാണ്. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയാണല്ലോ, കുക്കിംഗ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് കുട്ടനെ കുളിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ സാമ്പാറൊക്കെ വെച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു കുളി കഴിഞ്ഞാണ് കേട്ടോ. രണ്ടാമത്തെ അവൻ്റെ കുളിയായിരുന്നു ഇപ്പോൾ. അപ്പോൾ ഇനി ബാക്കിയുള്ള ജോലികളാണ് മക്കളെ, അടുക്കള ഒതുക്കും. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് തന്നെ നമുക്ക് ഈ അടുക്കള ഒതുക്കുന്ന ഒരു വലിയ ടാസ്ക് തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പാചകം ചെയ്തൊന്നും വലിയ ജോലി അല്ലല്ലോ. അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അമ്മയും ഞാനും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മൾ അടുക്കള ജോലി ചെയ്യുന്നതുകൊണ്ട് അത്രയും പാട് നമ്മൾ അറിയത്തില്ല. കാര്യം ഇപ്പോൾ അമ്മ അരി ഊറ്റുവാണെങ്കിൽ ഞാൻ അന്നേരം മലക്കറി അരിവായിരിക്കും, അമ്മ തുണി കഴുകുവാണെങ്കിൽ ഞാൻ അന്നേരം അടുക്കളയിൽ പാത്രം കഴുകുമായിരിക്കും. അങ്ങനെ രണ്ടുപേരും ഓരോരോ ജോലികൾ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു പാടറിയത്തതേ ഇല്ല. അതേസമയം ഓരോ വീടുകളിലൊക്കെ ഇപ്പം എല്ലാവരും സെപ്പറേറ്റ് അല്ലേ താമസിക്കാറല്ലേ. അന്നേരം എന്താ പറയുക, വീട്ടിലേക്ക് ഉള്ള ജോലികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു സ്ത്രീകളുടെ അവസ്ഥ ആലോചിച്ച് നമ്മൾ നോക്കി ഭയങ്കര കഷ്ടമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.